14 ഇനം കശുമാവുകളാണ് കേരളത്തിലെ വിവിധ കാർഷിക സർവകലാശാലകളിൽ നിന്ന് കൃഷിക്കാരുടെ പക്കൽ ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇവയ്ക്കെല്ലാമുള്ള ന്യൂനതകളെ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഇനമാണ് 15ാം തരമായി മലപ്പുറം ആനക്കയം കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഉടൻ പുറത്തുവരിക. കാൽ നൂറ്റാണ്ട് കാലത്തെ ദീർഘമായ ഗവേഷണങ്ങൾക്ക് ശേഷം വിപണിയിലെത്താൻ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്ന പുതിയ കശുമാവിനത്തിന്റെ പ്രധാന പ്രത്യേകത രോഗപ്രതിരോധ ശേഷിയും പ്രത്യുൽപാദനവും ഒരുപോലെ കൂടുതലായിരിക്കും എന്നതാണ്. ഒരു പുതിയ വെറൈറ്റി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള നട്ട്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഉത്പാദിപ്പിക്കപ്പെടുന്ന കശുവണ്ടിയുടെ ഭാരം മികച്ചതാകും എന്നതിനു പുറമെ പഴം സംസ്കരണയോഗ്യമായ അതിമധുരത്തോടുള്ളതാണ് എന്നതും പുതിയ ഇനത്തെ ശ്രദ്ധേയമാക്കുന്നു. പേര് സംബന്ധിച്ച് അന്തിമ തീരുമാനം ആയിട്ടില്ലെങ്കിലും അടുത്ത സീസണോടെ പുതിയ ഇനം കശുമാവ് കർഷകരുടെ കൈകളിൽ എത്തിക്കാനാകുമെന്നാണ് ആനക്കയം കശുമാവ് ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വെറൈറ്റിയുടെ ഗ്രാഫ്റ്റുകൾ, അതായത് ഒട്ടുതൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കൃഷിക്കാർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒട്ടുതൈകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഐക്യരൂപമുള്ളതായിരിക്കും, ഇതേ ഇനത്തിൻ്റെ തന്നെ ആയിരിക്കും, മാത്രമല്ല പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 4ാം വർഷം തന്നെ ഇതിൽ നിന്ന് ഉൽപ്പാദനം കിട്ടാൻ തുടങ്ങും. 4 വർഷം കൊണ്ട് പൂർണ്ണതോതിൽ ഫലോൽപാദനം ലഭ്യമാക്കുമെന്നതിനാൽ തോട്ടണ്ടി ഇറക്കുമതിക്കായി അന്യരാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ കശുവണ്ടി മേഖലയ്ക്ക് വർഷങ്ങൾക്കകം പിന്മാറാൻ പുതിയ ഇനം സഹായകരമാകുമെന്നാണ് ഗവേഷണ കേന്ദ്രത്തിന്റെ വാഗ്ദാനം. ആർ രാധാകൃഷ്ണൻ, ജയ് ഹിന്ദ് ന്യൂസ്, മലപ്പുറം.